Shujlal, welcome to Line Cut Agni Pariksha. നമസ്കാരം മാഡം. നമസ്കാരം. എങ്ങനെയുണ്ട് അഗ്നിപരീക്ഷ? അഗ്നിപരീക്ഷയുടെ തീ കൊണ്ടുള്ള ജോലകാണ്. ആണോ? ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെടുന്നുണ്ട്. നമുക്കുള്ളിലുള്ള ഒരുപാട് കഴിവുകൾ. അപ്പൊ പറ, ഷിജുലാലിന്റെ സ്റ്റോറി എന്താ? ഷിജുലാൽ എങ്ങനെയാണ് അഗ്നിപരീക്ഷയ്ക്ക് എത്തിയത്? ഇതൊരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 1/2 മാർക്കിന്റെ സമയത്തും കൊണ്ട് പറയണം. ഓക്കെ, എന്താ പറയാ, ഞാൻ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചൊരു വ്യക്തിയാണ്. എന്നെ പോലെ കഷ്ടപ്പെടുന്ന ആയിരക്കണക്കിന് പേരുണ്ടാവും. അവർക്കൊരു പ്രചോദനമാവാൻ വേണ്ടിയാണ് ഞാൻ ബിഗ് ബോസിലോട്ട് വരാൻ തന്നെ കാരണം. ഷിജുലാലിന്റെ വീട് എവിടെയാ? എൻ്റെ വീട് വയനാട്, എരുമാട്, നീലഗിരി എന്ന് പറയുന്ന തമിഴ്നാട് ബോർഡറിൽ. എന്താ ചെയ്യുന്നത്? ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാ പരിപാടിയും ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാ കൃഷിപ്പണി മുതൽ ഇപ്പോൾ കൃഷിപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താ പറയുക, അടക്ക പറിക്കാൻ പോകും, തേങ്ങ ഇടാൻ പോകും. അതേപോലെ തന്നെ കൃഷിപ്പണിയിലെല്ലാം ഓൺലൈൻ. പഠിച്ചേ? ഞാൻ പ്ലസ് ടു കഴിഞ്ഞു. പ്ലസ് ടു കഴിഞ്ഞപ്പോൾ വീട്ടിന്റെ അവസ്ഥകളൊക്കെ എൻ്റെ തോളോട്ടായപ്പോൾ പിന്നെ എല്ലാ പരിപാടിയും എൻ്റെ 23 വയസ്സിൽ ഞാനൊരു വീട് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സോഷ്യൽ. അപ്പൊ ഷിജുലാൽ കോമണർ ഒന്നുമല്ല. നമ്മളൊക്കെ ഇത്ര പ്രായമായിട്ട് വീട് പോയിട്ട് ഒരു ഷെഡ് പോലും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അതല്ല മേഡം, എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ചെറുപ്പത്തിൽ അമ്മയ്ക്ക് കൊടുത്തൊരു വാക്കാണത്. ഞാനത് പാലിച്ചിട്ടുണ്ട്. സോഷ്യൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എന്നെ കൊണ്ട് പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എന്നെ പോലെ എന്താ പറയാ, ഒരുപാട് എല്ലാവരും പറയും ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ഡൗണിലൂടെ ഡൗൺ ആയിട്ടിരിക്കുന്നവരെ കുറിച്ച് ഓർക്കാൻ. പക്ഷെ അങ്ങനെ കുറിച്ച് ഓർത്താൽ നമ്മൾ വീണ്ടും ഡൗൺ ആവുക ചെയ്യാം. നമ്മൾ അവിടെ നിന്ന് ഒരു പുരോഗമനം മേലേക്ക് കയറി കഴിഞ്ഞാൽ അവർക്കൊരു പ്രചോദനമാവും, എന്നെ കൊണ്ട് പറ്റും എന്നുള്ള രീതിക്ക്. അപ്പൊ ഷിജുലാൽ ഒരുപാട് പേർക്ക് പ്രചോദനമാവാൻ. തീർച്ചയായിട്ടും. അഗ്നിപരീക്ഷയുടെ വിന്നർ ആവും? അഗ്നിപരീക്ഷയുടെ വിന്നർ ആവുമെന്ന് എനിക്കിപ്പോ തന്നെ പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ബെസ്റ്റ് കൊടുക്കും. അപ്പൊ ബിഗ് ബോസ് ഹൗസിൽ പോവും, തീർച്ചയായിട്ടും പോവും. അപ്പൊ അഗ്നിപരീക്ഷയുടെ വിന്നർ ആയില്ലെങ്കിൽ എങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ പോവും? അത് പറയാൻ പറ്റില്ല, പക്ഷെ ഇത് പറയാം. പക്ഷെ അതല്ല, എനിക്ക് ബെസ്റ്റ് കൊടുത്താലല്ലേ എനിക്ക് ഇതിന്ന് കാറ്റഗറിയിലോട്ട് മേലേക്ക് കയറാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമല്ല എനിക്ക് അഗ്നിപരീക്ഷയുടെ വിന്നറായിട്ട് ബിഗ് ബോസിലോട്ട് കയറാൻ പറ്റുള്ളൂ. ബിഗ് ബോസിലോട്ട് കയറി കഴിഞ്ഞാലല്ലേ എനിക്ക് ആ 100 ദിവസം കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ബിഗ് ബോസിൽ കയറി കഴിഞ്ഞാൽ എത്ര ദിവസം നിൽക്കും? ദിവസങ്ങൾ ഞാൻ കണക്ക് കൂട്ടിയിട്ടില്ല. പക്ഷേ ഒരു റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ ആരെക്കാളും ഷിജുലാലിനെ അറിയാവുന്ന ഷിജുലാലിനാണല്ലോ. ആണല്ലേ? എല്ലാരും പറയും 100 ദിവസം നിൽക്കും, 100 ദിവസം മാക്സിമം. എല്ലാവരും എനിക്ക് കേൾക്കണ്ട, ഷിജുലാലിന്റെ കേട്ടാ മതി. തീർച്ചയായിട്ടും എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഞാൻ കൊടുക്കും ചെയ്യും. 100 ദിവസം വരെ ഞാൻ അവിടെ നിൽക്കും ചെയ്യും. നിൽക്കുമ്പോൾ നമ്മൾ കാണാറുണ്ടോ ബിഗ് ബോസ്? ബിഗ് ബോസ് എല്ലാം ഷോയും കണ്ടിട്ടില്ല, പക്ഷെ കുറച്ച് ഷോയുകൾ അറ്റ്ലീസ്റ്റ് ഷോ എന്താണെന്നറിയാം. തീർച്ചയായിട്ടും. അപ്പൊ അകത്ത് പോകുമ്പോൾ ഷിജുലാൽ ചെയ്യില്ലാത്തൊരു 2-3 കാര്യങ്ങൾ എന്നോട് പറയോ? ഞാൻ അകത്ത് പോയ ഈ കാര്യങ്ങളൊന്നും ഞാൻ ഉറപ്പായിട്ടും ചെയ്യില്ല. എന്തായിരിക്കും ചെയ്യില്ലാത്ത കാര്യങ്ങൾ? ഞാനായിട്ട് ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പ്ലീസ് ഇത് മാത്രം എന്നോട് പറയരുത്. എനിക്ക് കേട്ടിട്ട് മടുത്ത്. എല്ലാവരും നമ്മളായിട്ടായിരിക്കുന്നത്. ഇപ്പൊ ഞാനിവിടെ ഞാനായിട്ടായിരിക്കുന്നത്. പക്ഷെ ഞാൻ ആ സമയത്ത് എന്തൊക്കെ ചെയ്യുന്നു എനിക്ക് അറിയില്ല. ചെയ്യില്ല എന്നാ ഞാൻ പറഞ്ഞു. ചെയ്യില്ലാത്ത നമുക്ക് എല്ലാവർക്കും ഒരു എത്തിക്സ് ഉണ്ടാവുമല്ലോ. ഞാൻ ജീവിതത്തിൽ ഇത് ചെയ്യില്ല, അത് ചെയ്യില്ല, മറ്റത് ചെയ്യില്ല. അങ്ങനെ ഞാൻ സ്മോക്ക് ചെയ്യാത്തൊരു കൂട്ടത്തിലാണ്. അതല്ല, ഞാൻ ശീലങ്ങളല്ല പറഞ്ഞു. ഹൗസിൽ പോയാൽ എങ്ങനെ ഗെയിം ചെയ്യില്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇത് പറയരുത്, ഞാൻ ആരെയും ചതിക്കില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു 3 കാര്യങ്ങളാണ് ചോദിച്ചത്. അങ്ങനത്തെ 3 കാര്യങ്ങൾ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് അങ്ങനെ 3 കാര്യങ്ങൾ എന്താ ഞാൻ പറയാന്ന് വെച്ചിട്ട് ഒന്നും ഇല്ല. എന്തും ചെയ്യും? ഒന്നുമില്ല, എല്ലാം ചെയ്യും. ഞാൻ ഗെയിം ആയിക്കഴിഞ്ഞാൽ ചതിക്കേണ്ടി വന്നാൽ ചതിക്കും, എത്തിക്സ് കളയേണ്ടി വന്നാൽ അവിടെ ഞാൻ വിന്നർ ആവാന്ന് മാത്രമാണല്ലോ. ആണല്ലോ. അതിപ്പോ എന്താ പറയാ, മറ്റുള്ളവർക്ക് സങ്കടം ആവുമെന്ന് വെച്ച് നിന്നാൽ ഞാൻ അവിടെ തോറ്റു. വിന്നർ ആവാതിരിക്കുമല്ലോ. വിന്നർ ആവാതിരിക്കുമല്ലോ. പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് എന്തിനാ? വിന്നർ ആവാൻ. അപ്പൊ അതല്ല ഞാൻ ചെയ്യണ്ടേ? ഉത്തരം പറയുന്നൊക്കെ ഞാൻ ഇത് ചോദ്യങ്ങളായിരുന്നല്ലോ. അല്ല, ഞാനാ പറയണേ എനിക്ക് വിന്നർ ആവാനോ. ഒറ്റ സെന്റൻസിൽ പറഞ്ഞാൽ ഞാൻ അവിടെ പോയി വിന്നർ ആവാൻ ചെയ്യും. ഞാൻ എന്ത് ചെയ്യും? അപ്പൊ 100 ദിവസം നിൽക്കുന്ന ഉറപ്പാണ്, 100 ദിവസം വിന്നർ ആവുന്ന ഉറപ്പാണ്. അപ്പൊ ബിഗ് ബോസ് സീസൺ 8 ഒരു കോമണർ വിന്നർ ആയിരിക്കും ഷിജുലാൽ എന്ന് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. ഞാൻ 100 ദിവസം വിന്നർ ആവുന്നു. പിന്നീടുള്ളതൊക്കെ ജനങ്ങളുടെ കയ്യിലാണ്. ഷിജുലാൽ അവിടെ എന്തായിരിക്കുമെന്ന് ഷിജുലാലിന് മാത്രമേ ചിലപ്പോൾ അറിയാത്ത നിമിഷങ്ങളുണ്ടാവും. ആ ഒരു സമയത്ത് ജനങ്ങൾ എന്നെ എങ്ങനെയാണ് ജഡ്ജ് ചെയ്യുന്നത്, അതുപോലെ ആയിരിക്കും ഷിജുലാലിന്റെ വിന്നർ സ്ഥാനം നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, ഷിജുലാലിന്റെ ലൈഫിൽ ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യം പറയൂ, സങ്കടം ഉണ്ടാക്കിയ ഒരു കാര്യം പറയൂ. ഞാൻ സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, വീട് വെച്ച കാര്യം. അതെനിക്ക് ഏറ്റവും വലിയ സന്തോഷം. എനിക്കും കേട്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി. എനിക്ക് കുറച്ച് അസൂയം തോന്നി. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളൊന്നും ഇവരായിട്ട് ഷെഡ് പോലും വെച്ചിട്ട് 22 വർഷമായി ഷിജുലാലിന്റെ വീട്ടിലോട്ട് കറണ്ട് വന്നിട്ട്. ഞാൻ മണ്ണെണ്ണവിളക്കെല്ലാം പഠിച്ചത്. എത്ര വയസ്സായി? എനിക്കിപ്പോ 25 വയസ്സാവുന്നു. അപ്പൊ 22ാം വയസ്സിൽ കറണ്ട് 22ാം വയസ്സിൽ ഞാനാ കൊണ്ടുവന്ന 5 പോസ്റ്റ് കഴിഞ്ഞിട്ട് വേണം എന്റെ വീട്ടിലോട്ട്. വണ്ടിയൊന്നും വരില്ല. അപ്പോൾ പലരും പറഞ്ഞു ഇനി ആ വീടൊക്കെ സ്ഥലമൊക്കെ വിട്ടിട്ട് പോയിക്കോന്ന്. പക്ഷെ എന്റെ കയ്യിൽ പൈസ ഇല്ല.
എനിക്ക് അവിടെ വീട് വെക്കാനേ പറ്റുമോ, സ്ഥലം മേടിക്കാൻ വേറെ പൈസ വേണം, അതുകൊണ്ട് ഞാൻ അവിടേക്ക് കറണ്ട് കൊണ്ടുവന്നു. അതൊക്കെ എനിക്ക് സങ്കടം സങ്കടം എന്നുള്ളത് ചെറുപ്പത്തിലാണ് ഒരുപാട് സങ്കടം ഉണ്ടായത്. ഒറ്റ കാര്യം അച്ഛനൊക്കെ ഇങ്ങനെ കുടിച്ച് ഇങ്ങനെ പരിപാടി കാര്യങ്ങളൊക്കെ ആയ സമയത്ത് എന്നെ എന്താ പറയാ, ഈ ഞാൻ ഒരു കുടിച്ചിരിക്കുന്ന സമയത്ത് ഭയങ്കര മെന്റലി ഭയങ്കര ഡൗൺ ആണല്ലോ. ആ സമയത്ത് തന്നെ വാതിലടച്ച് പുറത്ത് നിർത്തിയിട്ടുണ്ട്, മഴയത്ത് ഒക്കെ ഞാനിങ്ങനെ നിന്നിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര ഇമോഷണലി ആണ് ഇപ്പോൾ ഓർക്കുമ്പോഴൊക്കെ. അപ്പൊ യു ബീൻ ത്രൂസ് കുറേ ഹാർഡ്ഷിപ്സ്. ആ ഹാർഡ്ഷിപ്സിനും വലിയതൊന്നും അല്ല ഇവിടുത്തെ അഗ്നി പരീക്ഷ അല്ലേ? തീർച്ചയായിട്ടും മാഡം, ഞാൻ അനുഭവിച്ചിട്ടുള്ള അതൊക്കെ അതുപോലെ ആ ഇൻഷുറൻസ് ഒക്കെ കീപ്പ് ചെയ്ത് ഹൗസിൽ പോട്ടെ, വിന്നർ ആവട്ടെ. വിന്നർ ആവുമ്പോൾ ഇവിടെ കാണാം. താങ്ക് യു മാഡം.